ചോറ്റാനിക്കര ക്ഷേത്രം തൃപ്പൂണിത്തറ നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ കിഴക്കുഭാഗത്ത് ചോറ്റാനിക്കര ഭഗവതി, സരസ്വതി, ദുർഗ, മഹാലക്ഷ്മി എന്നീ മൂർത്തിഭാവങ്ങളിൽ വിരാജിച്ചരുളുന്നു. വേദസംസ്കാരം അങ്ങ് വടക്ക് അമൃതം വർഷിക്കുമ്പോൾ തെക്ക് ചോറ്റാനിക്കര കുന്നിൻചെരുവിൽ ഒരു കൂട്ടം ഗിരിവർഗക്കാർ ഒരു ആദിദേവി സങ്കല്പം കണ്ടെത്തി. അത് മരങ്ങളും വന്യജീവികളും പ്രളയം സൃഷ്ടിച്ച് ഭയപ്പെടുത്തുന്ന നദികളും ഉൾപ്പെടെ പ്രകൃതിദത്തങ്ങളെക്കാൾ ശക്തിയുള്ളതാണെന്ന് അവർ വിശ്വസിച്ചു. ആ ശക്തി സങ്കല്പത്തിന് രൂപമില്ലായിരുന്നു. കൊടുങ്കാട്ടിൽ രക്തം തളം കെട്ടി നിൽക്കുന്ന ഇടത്ത് കണ്ട ആ കല്ല് ദൈവസങ്കല്പമായി തീർന്നു. ആ ശക്തി സങ്കല്പ ഗിരിജനങ്ങൾക്ക് ആശ്വാസം വരളി, പുതുരക്തം നൽകി. അവർ ആ ശക്തിക്ക് ജീവൻ കൊടുത്തു. മദ്യവും മാംസവും നിവേദിച്ച് ആ ദിവ്യയ്ക്ക് ചുറ്റും അവർ ആനന്ദ നൃത്തം ചെയ്തു. ആദിവാസികളുടെ കണ്ടങ്ങളിൽ നിന്നും ശരണമന്ത്രം ഉയർന്നു. ആ പുണ്യഭൂമി പണ്ട് പരശുരാമൻ സംരക്ഷണം ഉറപ്പുവരുത്താൻ ദൈവികത പകർന്ന ഇടമായിരുന്നു അത്രേ. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് തിലകം ചാർത്തുന്ന ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്. ചോറ്റാനിക്കര ക്ഷേത്ര പരിസരം കൊടുങ്കാടായിരുന്നു. കാട്ടുജാതിക്കാരനായ കണ്ണപ്പൻ അവിടുത്തെ താമസക്കാരനാണ്. ഭാര്യ അകാലത്തിൽ മരിച്ചു. മകളും സഹായികളുമുണ്ട്. ഈശ്വരവിശ്വാസിയായ കണ്ണപ്പന്റെ ഇഷ്ടദേവത ശക്തി ദേവിയാണ്. ഉഗ്രരൂപിണിയായ ആ മഹാകാളിയെ അവൻ ജന്തുബലി നൽകി പ്രീതിപ്പെടുത്തി. ആര്യന്മാർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണപ്പനും സഹായികളും കാടുകയറി രക്ഷപ്പെട്ടു. മോഷ്ടിച്ച് കൂട്ടിയ പശുക്കളെ ഓരോന്നായി കൊണ്ടുവന്ന് കണ്ണപ്പൻ ദേവിക്കുള്ള ജന്തുബലി മുടക്കാതെ കഴിച്ചു. ദേവിപ്രീതിയാണ് അവന് പ്രാധാന്യം. അതുകൊണ്ട് ഗോഹത്യ ചെയ്യുന്നതിൽ പുണ്യമായി അവൻ വിശ്വസിച്ചു. എന്നാൽ അച്ഛൻ ചെയ്യുന്ന പശുഹത്യ മകൾ ഇഷ്ടപ്പെട്ടില്ല. അവൾ ബലിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പശുക്കിടാവിനെ വളർത്തി വലുതാക്കി ആശ്വാസം കൊണ്ട് നാളുകൾ തള്ളി നീക്കി. ഒരിക്കൽ ബലിക്ക് പശുവിനെ കിട്ടാനില്ലാതെ വന്നപ്പോൾ കണ്ണപ്പൻ മകൾ വളർത്തിയ പശുക്കുട്ടിയെ ബലിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ മകൾ തന്റെ ഓമന മൃഗത്തെ നൽകിയില്ല. മകൾ തന്നെ ബലി കഴിച്ച് ദേവിപ്രീതി സമ്പാദിക്കുവാൻ അച്ഛനോട് അപേക്ഷിച്ചു. അവൾ തന്റെ ജീവനേക്കാളേറെ വില ആ മൃഗത്തിന് നൽകി. മകളുടെ മുമ്പിൽ കണ്ണപ്പൻ തോറ്റുപോയി. ജന്തുബലി നിർത്തിവെച്ചു. താൻ ചെയ്ത ഹത്യയുടെ പാപത്തെക്കുറിച്ച് കണ്ണപ്പൻ ദുഃഖിച്ചു. പശ്ചാത്താപം പാപത്തിന് പരിഹാരമായി ജന്തുബലി നടത്തിയിരുന്ന സങ്കേതത്തിലിരുന്ന് കണ്ണപ്പൻ ഏങ്ങലടിച്ചു കരഞ്ഞു. ബലിപീഠത്തിലേക്ക് തളർന്നു വീണു. കണ്ണപ്പന്റെ അടുത്തുണ്ടായിരുന്ന പശുവും പട്ടിണിയിലാണ്. നേരം വെളുത്തു. എന്തൊരത്ഭുതം! പശു കിടന്നിരുന്നിടത്ത് ഒരു ശില മാത്രം. തന്നെ മാനസാന്തരപ്പെടുത്തിയ നിധിക്കല്ലായി തീർന്നിരിക്കുന്നു. കാളിയെ വിളിച്ച് കണ്ണപ്പൻ കരഞ്ഞു. കണ്ണപ്പന്റെ ജീവിതം സഫലമായി. ഗോവധം നിർത്തി. ഗോശുശ്രൂഷ കണ്ണപ്പൻ ചെയ്യുകയാൽ പാപവിമുക്തനായി തീർന്നു. ആ പശു ശയിച്ചിരുന്ന പുണ്യസ്ഥലമായിരുന്നു പവിഴമെല്ലിത്തറ. പശു സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. മഹാവിഷ്ണു കണ്ണപ്പനെ ലക്ഷ്മി നാരായണ ദർശനം നൽകി അന്തർദാനം ചെയ്തു. ലക്ഷ്മി നാരായണ സങ്കല്പമുണ്ടായത് ഇങ്ങനെയാണ്. പശുബലിക്കും ഉപയോഗിച്ചിരുന്ന പീഠ സഫലമാണ് കീഴ്ക്കാവിൽ ഭഗവതിയുടെ ആസ്ഥാനം. 2 ക്ഷേത്രങ്ങൾക്കും ദേവീ സാന്നിധ്യമുണ്ട്. ഭിന്ന രൂപത്തിലുള്ള 2 ദേവീ സങ്കല്പങ്ങൾ കീഴ്ക്കാവിൽ നടത്തുന്ന കുരുതി തർപ്പണം പഴയ മൃഗബലിയെ ഓർമ്മിപ്പിക്കുന്നു. 9-ാം നൂറ്റാണ്ടോടെ ബ്രാഹ്മണ മേധാവിത്യം ശക്തി പ്രാപിച്ചപ്പോൾ ഗിരിവർഗക്കാരുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദ്രാവിഡ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന കാളി വീണ്ടും ശക്തി പ്രാപിച്ചു. കൊടുങ്കാട്ടിൽ പുല്ലരിയുന്ന പുലയ സ്ത്രീയുടെ വാൾമുന ശിലയിൽ തട്ടിയപ്പോൾ ജീവരക്തമൊഴുകിയ പ്രാകൃത ദ്രാവിഡ ക്ഷേത്ര സങ്കേതങ്ങൾ ആര്യവൽക്കരിക്കപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഉടമസ്ഥർ ആര്യന്മാരായി തീർന്നു. പുലയ സ്ത്രീ ബ്രാഹ്മണാധിപത്യം അംഗീകരിച്ചപ്പോൾ ശ്രേഷ്ഠയായി. പുലയപ്പെണ്ണിന്റെ ദൈവവിളിക്കേട്ട് നാടുവാഴികളും സഭാമണ്ഡലിപനും എടാട്ടുമനക്കിലെ തിരുമേനിയും എത്തിച്ചേർന്നു. രക്തം പൂണ്ട ശിലയെ ദേവീ സാന്നിധ്യം കണ്ടെത്തി. തിരുമേനിയിലെത്തുനിന്ന് ചിരട്ടയിൽ കൊണ്ടുവന്ന നിവേദ്യം ദേവിക്ക് സമർപ്പിച്ചു. ആ ചിരട്ട നിവേദ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നും മലരും നിവേദ്യത്തിന് മുമ്പായി ചോറ്റാനിക്കര ദേവിക്ക് ചിരട്ട പായസമോ ചോറോ നിവേദ്യം. അതോടെ അബ്രാഹ്മണ സമ്പർക്കം നിലച്ചു. ബ്രാഹ്മണീകരിച്ച പൂജാകർമ്മങ്ങൾ ആരംഭിച്ചു. ആദ്യമായി ദേവി പൂജ ചെയ്ത് എടാട്ട് നമ്പൂതിരി കുടുംബം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പൂജാരികളായി തീർന്നു. തൃപ്പൂണിത്തറ ക്ഷേത്ര സങ്കേതാർത്ഥിയിലെ ഒരു ദേശക്ഷേത്രമായി ചോറ്റാനിക്കര ക്ഷേത്രം രൂപം കൊണ്ടു. പള്ളിപ്പുറത്തെ മനയും അയനിക്കാട്ട് മനയും മറ്റും ചേർന്ന് ക്ഷേത്രത്തിനു വേണ്ടി നാടുവാഴിയായ നായർ പ്രമാണിയുടെ സഹായം തേടി ക്ഷേത്രം വളർന്നു വലുതായി. നമ്പൂതിരിമാർ ഭൂമീശന്മാരായി തീർന്നപ്പോൾ ക്ഷേത്രവും സാമ്പത്തികവുമായി ഉയർന്നു. ശങ്കരാചാര്യ ബന്ധം വഴി മൂകാംബിക ദേവസാന്നിധ്യം കൂടി നേടി ക്ഷേത്രം എണ്ണമറ്റ ആരാധകരെ ആകർഷിച്ചുകൊണ്ട് വിരാജിക്കുന്നു. വില്ലുമംഗലം സ്വാമിയാർക്ക് സർവാലങ്കാര വിഭൂഷിതയായ മഹാലക്ഷ്മിയെ മഹാവിഷ്ണു സാമീപ്യത്തോടെ ദർശനം നൽകിയ അനർഘ നിമിഷമാണ് മകം തൊഴലിന് അടിസ്ഥാനം. കുംഭമാസത്തിലെ മകം ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ ഭാര്യ ഭർത്തബന്ധം സദൃഢമാക്കുവാനും വിവാഹ തടസ്സം നീങ്ങി പെൺകുട്ടികൾ വിവാഹിതരാകുവാനും കാരണമാകുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു. ലക്ഷ്മി നാരായണ ദർശനം കഴിഞ്ഞ് സ്വാമിയാർ കിഴക്കോട്ടിറങ്ങി. കുളത്തിൽ നിന്ന് ഒരു ദിവ്യ തേജസ് പൊങ്ങി വന്നു.
ദേവി സാന്നിധ്യം മനസ്സിലാക്കി വില്ലമംഗല ജലാശയത്തിൽ ലഭിച്ച ദേവീ വിഗ്രഹം കുളത്തിന്റെ കിഴക്കേ കരയിൽ പ്രതിഷ്ഠിച്ചു. അതാണ് കീഴ്ക്കാവ് ഭഗവതി. ദുർബാധ നിവാരണത്തിന് ദേവീപ്രീതി നേടിയാൽ ആശ്വാസമുണ്ടാകുന്നു. തൃപ്പൂണിത്തറ കോവിലകത്ത് ഗംഭീര കഥകളി നടക്കുന്ന അവസരം. ഗുപ്തൻ നമ്പൂതിരി കഥകളി കാണാൻ പുറപ്പെട്ടു. കയ്യിൽ ദേവി മഹാത്മ്യം ഗ്രന്ഥവുമുണ്ട്. വഴിക്ക് വെച്ച് പരിചയക്കാരി വാരസ്യരെ കണ്ടു. തിരുമേനിക്ക് സന്തോഷം തോന്നി. രണ്ടുപേരെയും കൂട്ടി യാത്ര തുടങ്ങി. പക്ഷേ വാരസ്യരായി വന്നത് ഒരു യക്ഷിയായിരുന്നു. കയ്യിൽ ഗ്രന്ഥക്കെട്ടുള്ളതുകൊണ്ട് യക്ഷിക്ക് തിരുമേനിയെ സ്പർശിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ സഹികെട്ടപ്പോൾ തിരുമേനിയോട് ഗ്രന്ഥക്കെട്ട് ഉപേക്ഷിച്ച് തന്നെ പ്രാപിക്കുവാൻ ധൃതി കൂട്ടി. ആ സുന്ദരിയുടെ സാന്നിധ്യം തിരുമേനിയും ആശിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വഴിക്കുള്ള മനക്കിൽ കയറി കോശപ്പിള്ളിയെ ആ ഗ്രന്ഥം ഏൽപ്പിച്ച് ധൃതിയിലിറങ്ങി. ഗുപ്തന്റെ പെരുമാറ്റത്തിലെ പന്തികേട് കണ്ടപ്പോൾ കോശാപ്പിള്ളി അയാളോടൊപ്പം പുറത്തേക്ക് വന്നു. കൂടെയുള്ളതാരാണെന്ന് ആരാഞ്ഞു. പറയാൻ പരുങ്ങുന്നു കണ്ടപ്പോൾ കോശപ്പിള്ളിക്ക് കാര്യം മനസ്സിലായി. തന്നെ തൊട്ടുകൊണ്ട് തന്റെ ചെവിയിലൂടെ പടിക്കലേക്ക് നോക്കാൻ പറഞ്ഞു. അതാ തന്നെ അനുഗമിക്കുവാൻ യക്ഷി തന്നെ. ഗുപ്തൻ നമ്പൂതിരിക്ക് കാര്യം പിടികിട്ടി. ഇനി എങ്ങനെ രക്ഷപ്പെടും? കോശപ്പള്ളി ചോറ്റാനിക്കര അമ്മയെ ധ്യാനിച്ച് ചുമലിൽ കിടന്ന കച്ചമുണ്ട് ഗുപ്തൻ എടുത്തു കൊടുത്തു. ഈ മുണ്ട് ശരീരത്തിൽ നിന്ന് മാറാതെ നേരെ ചോറ്റാനിക്കരയ്ക്ക് പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ദേവിയെ വിളിച്ചുകൊണ്ട് ഗുപ്തൻ പടിയിറങ്ങിയോടി. പിന്നെ യക്ഷിയും ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഗുപ്തൻ തോർത്ത് പുറത്തേക്കിട്ട് അകത്തേക്ക് കടന്നു. അപ്പോഴേക്കും പുറത്തുള്ള കാലുപിടിച്ച് യക്ഷിയും വലി തുടങ്ങി. തിരുമേനയുടെ നിലവിളി കേട്ട് ആയുധധാരിയായി ആക്രോശിച്ചെത്തി യക്ഷിയെ വധിച്ചു. തുണ്ടം തുണ്ടമാക്കി തെക്കുഭാഗത്തുള്ള കുളത്തിൽ നിക്ഷേപിച്ചു. ആ കുളം യക്ഷിക്കുളമെന്നും രക്തക്കുളമെന്നും അറിയപ്പെട്ടു. ഗുപ്തനെ അനുഗ്രഹിച്ച് യക്ഷബാധയകറ്റി ദേവി അപ്രത്യക്ഷയായി. യക്ഷികഥ രൂപഭേദങ്ങളോടെ പ്രചരിച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. മതിലകത്ത് തെക്കു പടിഞ്ഞാറ് ശിവക്ഷേത്രവും അതിനടുത്ത് ഗണപതി പ്രതിഷ്ഠയും നാഗപ്രതിഷ്ഠയുമുണ്ട്. പണ്ടുണ്ടായിരുന്ന ഗുരുതിയുടെ ബ്രാഹ്മണീകരിച്ച രൂപമാണ് ഗുരുതി. മേൽക്കാവിൽ നിന്ന് പറഞ്ഞുവിടുന്ന ക്ഷുദ്ര ദൈവങ്ങളെ കീഴ്ക്കാവിലമ്മ ബന്ധിച്ച് അകറ്റി ഭക്തർക്ക് ആശ്വാസമരുളുന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് യക്ഷിബാധയിൽ നിന്ന് ദുർമന്ത്രവാദത്തിൽ നിന്നും രക്ഷ നേടി പോകുന്നവർ നിരവധിയാണ്. കുംഭമാസത്തിലെ രോഹിണി കൊടിക്കയറി ഉത്രാടം മാറാട്ടായി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിക്കുന്നു. ഉത്സവകാലത്ത് ശാസ്താവിനോടൊപ്പം ദേശങ്ങൾ സഞ്ചരിച്ച് കാഴ്ചകൾ സ്വീകരിച്ച് ദേവി എല്ലാവർക്കും ആശ്വാസമരുളുന്നു.